സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ നിന്ന് നോക്കിയാൽ പുഴയ്ക്കകത്ത് കിടക്കുന്ന മുഴുവൻ ആളുകളെയും എന്തൊക്കെയുണ്ട് അതൊക്കെ കാണാൻ പറ്റും. ആ നദിക്ക് അകത്തിരുന്നിട്ട് പുറത്തേക്ക് നോക്കിയാൽ സുഖമായി വെളിയിലുള്ള മുഴുവൻ സംഭവങ്ങളും കാണാം. ഗ്ലാസ് ഒന്നും വെക്കണ്ട, മുങ്ങൽ വിദഗ്ധന്മാരുടെ സംഭവങ്ങളൊന്നും പഠിക്കണ്ട. ഞാൻ ഓർത്തു പോവാണ്, ഞാൻ അബ്ബാസ് അലി തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദ്വീപിൽ പോയപ്പോ തങ്ങളോടത്തുള്ള ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു. ദ്വീപിൽ പോയപ്പോ അവിടെ ദ്വീപ് നല്ല രസമാണല്ലോ കാണാൻ, നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ആ ദ്വീപിന്റെ ഇങ്ങനെ നീല ജലാശയം ഇങ്ങനെ കാണാം. അപ്പൊ തങ്ങളോട് അവർ ചോദിച്ചു, ഈ വലിയ കുഴിയുള്ള ഭാഗത്തേക്ക് മത്സ്യങ്ങളുടെ ഇടയിലൂടെ നീന്തി പോകാൻ തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു സംഭവം തരാം, അതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാഹ് തങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം വരല്ല റബ്ബേ, കാരണം തങ്ങൾ ഇറങ്ങിയാൽ ഞാനും ഇറങ്ങേണ്ടി വരില്ലേ, എന്നെന്തായാലും ഒറ്റയ്ക്കാക്കൂലല്ലോ. തങ്ങൾ പറഞ്ഞാൽ എന്താ, എനിക്കും അതൊക്കെ വലിയ ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തങ്ങളെ അല്ലാത്ത പണിയായിപ്പോയി. പക്ഷെ അന്ന് എന്തോ SKSF കുറച്ച് കുട്ടികളോ ആരോ വന്നിട്ട് ആ സമയം വൈകിയതുകൊണ്ടോ നടന്നില്ല. തങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്, ഭാരമാണ്, നല്ല രസമാണത് കാണാൻ, വളരെ ഭംഗിയാണ്. കടമത്ത് ദ്വീപ് വളരെ ചുരുങ്ങിയ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. 3, 4, 5 കിലോമീറ്റർ കഴിയുമ്പോൾ കടമത്ത് ദ്വീപ് തന്നെ കഴിയും. അവിടുത്തെ ആ പുഴ, അവിടുത്തെ ആ കടലിന്റെ ആ ഓരം വളരെ ഭംഗിയാണ് കാണാൻ. അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന, അതിൻ്റെ അകത്തൂടെ സഞ്ചരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് വർണ്ണങ്ങളുള്ള മത്സ്യങ്ങളെ കാണാൻ കഴിയും. മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. നമ്മളിങ്ങനെ സഞ്ചരിച്ചിങ്ങനെ അതിലൂടെ നടന്നു കിടന്ന് പകുതിയാകുമ്പോൾ തന്നെ നല്ല പഞ്ചസാര പോലത്തെ മണലാണ്, വേറെ ഒന്നുമില്ല, നല്ല രസമാണ് കാണാൻ. ഇത് ദുനിയാവിൽ നമുക്ക് ഇച്ചിരി ഇച്ചിരി അവിടെയും ഇവിടെയും കാണാൻ കിട്ടുന്ന, ഇതിലേറെ എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇനി വെക്കേഷനിൽ പോകാൻ വേണ്ടി ഭർത്താവിനെ സോപ്പിട്ട് താത്തമാര് പൈസയൊക്കെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കാത്തിരിക്കുന്നുണ്ടാവും. എത്ര രസമുള്ള കാഴ്ചകൾ. എന്നാൽ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന സ്വർഗത്തിലെ നദിയാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ? അല്ലാഹുവേ, ഇത് പറയുന്ന ഞങ്ങൾക്കതിലേക്ക് കടക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നറിയില്ല. അല്ലാഹുവേ, പടച്ചവരെ, അത് ആസ്വദിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ.